സുപ്രീം കോടതി ഇന്നലെ അതിപ്രധാനമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ നമ്മുടെ മലയാളം ചാനലുകളിലോ മീഡിയകളിലോ ഒന്നും വലിയ തോതിൽ വേണ്ടത്ര വാർത്തയായില്ല. ആ വാർത്തയാകാഞ്ഞതിൻ്റെ കാരണം പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റും CPM ജില്ലാ കമ്മിറ്റി മെമ്പറെയൊക്കെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് ഇതേതാണ്ട് മുങ്ങിപ്പോയതുകൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗവർണർമാർക്ക് ഇനി അനിയന്ത്രിതമായിട്ട് ബില്ലുകൾ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം രണ്ടംഗ ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതിയുടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി 1 മാസത്തിനകം ബില്ലുകളിൽ ഗവർണർമാർ ഒപ്പിട്ട് നൽകണമെന്നും ഇന്ത്യൻ പ്രസിഡന്റിന് 3 മാസത്തിനകം ഒപ്പിട്ട് നൽകണമെന്നുമുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ വെക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് വെക്കുകയുണ്ടായി. ആ ടൈം ലിമിറ്റ് പക്ഷേ സുപ്രീം കോടതിയുടെ 5 അംഗ ഡിവിഷൻ ബെഞ്ച് എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതിലേക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കത്തിൽ വിവരിക്കാം നിങ്ങളോട്. നമുക്കറിയാം BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നെഹ്റുവിൻ്റെ കാലത്ത് 1957 അധികാരത്തിൽ വന്നിട്ടുള്ള EMS മന്ത്രിസഭയെ തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ നിർബന്ധങ്ങൾ മൂലം. അപ്പോൾ അത്തരത്തിൽ ചില തെറ്റുകളൊക്കെ കോൺഗ്രസിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മൾ ഏതാണ്ട് ദീർഘനാളത്തേക്ക് അത്തരത്തിൽ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബലം പിടിച്ചുള്ള, അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനങ്ങളെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളൊന്നും കണ്ടില്ല. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ കൂടിയപ്പോൾ ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കണോ അതോ സ്റ്റേറ്റുകളുടെ ഒരു ഫെഡറേഷൻ ആയിരിക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് BR അംബേദ്കറെ പോലെയുള്ള ആളുകൾ പോലും ഒരു യൂണിയന്, അതായത് സെൻട്രൽ ഗവൺമെൻറ് കുറേ കൂടി അധികാരങ്ങൾ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നിന്നിരുന്നത്. അതുമാത്രമല്ല, ഡോക്ടർ BR അംബേദ്കറൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് വെറും ഒരു ആലങ്കാരിക പോസ്റ്റാണ്, യാതൊരുവിധ അധികാരവുമില്ലാത്ത പോസ്റ്റാണ്. അപ്പോൾ അത്തരം പോസ്റ്റുകളൊക്കെ തന്നെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമോ എന്ന സംശയം പോലും യഥാർത്ഥത്തിൽ BR അംബേദ്കറിനെ പോലെയുള്ള ആളുകളൊക്കെ ഉന്നയിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് വന്ന് ഗവർണർമാരെ സ്റ്റേറ്റിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്കെതിരെ ഉപയോഗിക്കും എന്നവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം 2014 ശേഷം ഏതാണ്ട് കൂടി എന്ന് നമുക്കറിയാം. ഏത് ഭരണഘടനാ സ്ഥാപനത്തെയും യഥാർത്ഥത്തിൽ തങ്ങളുടെ ഇഷ്ടക്കും തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുമുള്ള വേദിയാക്കി മാറ്റുകയാണ് BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്കറിയാം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ തകർത്തു എന്ന് നമുക്കറിയാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ തകർത്തു. അതിനുശേഷം നമുക്കറിയാം ഗവർണർമാരെ തന്നെ അവിടെ ഒരു സമാന്തര ഭരണകൂടം സൃഷ്ടിക്കാനും എലക്റ്റഡ് ആയിട്ടുള്ള, അതായത് ആ സംസ്ഥാനത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരികളുടെ മേൽ ഒരു അധികാര സ്ഥാനമായി പോലും പ്രതിഷ്ഠിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ചില തമാശകളുമൊക്കെ നമ്മൾ കണ്ടു. കാരണം ഗവർണർക്ക് പ്ലഷർ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് മന്ത്രി രാജിവെക്കണമെന്നൊക്കെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ട് ശുദ്ധ വിവരക്കേടായിരുന്നു. ഇവിടെ പക്ഷേ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവിടെ വൈസ് ചാൻസലർ നീക്കുന്നതും അതുപോലെ മറ്റു പല ബില്ലുകളും ഒക്കെ പിടിച്ചു വെച്ചെങ്കിൽ പോലും വലിയ ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. നമ്മൾ മറ്റു സ്റ്റേറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്കറിയാം ജഗദീപ് ധൻകർ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ ഗവർണറും അതുപോലെ മമതാ ബാനർജിയും തമ്മിൽ അതിരൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. മലയാളി IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള CB ആനന്ദബോസാണ് ഇപ്പോൾ ബംഗാളിൻ്റെ ഗവർണർ. ഈ ബംഗാളിൻ്റെ ഗവർണർ പോലും കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. കാരണം അദ്ദേഹം തൻ്റെ ടൂർ ഒക്കെ നിർത്തിയിട്ട് ഉടനെ തന്നെ രാജ്ഭവനിലേക്ക് എത്തുകയും രാജ്ഭവനിൽ പോലീസിനെ വിളിച്ച് റെയ്ഡിന് അദ്ദേഹം തന്നെ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ കാരണം അവിടെയുള്ളൊരു MP പറഞ്ഞത് ഇദ്ദേഹം ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ CB ആനന്ദബോസ് ഗവർണറുടെ വീടിനകത്ത് കൊണ്ടുപോയി പോകുമ്പോൾ കത്തിയോ കടാരയോ അല്ലെങ്കിൽ തോക്കോ ഒന്നും വെച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. പകരം ഇദ്ദേഹം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വെപ്പണായിട്ടാണ് ഇദ്ദേഹം രാജ്ഭവനെ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ അതിനൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പോലീസിനെ തന്നെ, അതായത് ബംഗാൾ പോലീസിനെ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് സ്വന്തം വീട് റെയ്ഡ് ചെയ്യാനും അവിടെ നിന്നൊന്നും കിട്ടിയില്ല, ഏതാണ്ട് കറിക്കത്തി മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെയുള്ള ലെവലിലുള്ള റിപ്പോർട്ടൊക്കെ കൊടുപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം കേരളത്തിൽ പോലും ഭാരതാംബ വെക്കുകയും സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റ് മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ചാൻസലർ എന്നുള്ള നിലക്ക് ഗവർണർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഒരു ആലങ്കാരിക പദവിയായി കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പഞ്ചാബിൽ ഇതുപോലെ പ്രശ്നമുണ്ടായി. നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്, അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ RN രവി എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ 2 കൊല്ലത്തിലധികം പിടിച്ചു വെക്കുന്ന കാര്യമുണ്ടായി.
ഏറ്റവും അവസാനം തമിഴ്നാട് കോടതിയിൽ പോയി. ആ കോടതിയിൽ പോയതിന് ശേഷം വളരെ അസന്നിഗ്ധമായിട്ടുള്ളൊരു വിധിയുണ്ടായി. അന്ന് ജസ്റ്റിസ് BR ഗവായ് തന്നെ ചോദിച്ചത്, ഭരണഘടനാനുസൃതമായ സ്ഥാപനങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ നോക്കി നിൽക്കണോ എന്ന് ചോദിക്കുക മാത്രമല്ല, 2 അംഗ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഒരു മാസത്തിനകം ഗവർണർമാരൊക്കെ തന്നെ ബില്ല് ഒപ്പിട്ട് കൊടുക്കേണ്ടതാണെന്നും അവിടെ അസന്നിഗ്ധമായി വലിയ അധികാരമെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണെന്നും ആ ഗവൺമെൻറ്റുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ള വാചകങ്ങളൊക്കെ തന്നെ ആ വിധിയിൽ എഴുതി ചേർത്തു. കൂടാതെ 1 മാസത്തിനകം ഗവർണർമാർ ഒപ്പിട്ട് കൊടുക്കണം. ഇനി ഗവർണർമാർ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ നേരെ തിരിച്ചുകൊണ്ട് അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമുക്കെല്ലാം അറിയുന്ന പോലെ കൃത്യമായി വീണ്ടും എന്ത് ചെയ്തു, ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് വന്നു സുപ്രീം കോടതിയിലേക്ക്. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, അതായത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുന്ന 14 ചോദ്യങ്ങൾ പ്രസിഡന്റ് എന്ത് ചെയ്തു, സുപ്രീം കോടതിയിലേക്ക് അയച്ചു. അപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതുപോലെ ഗൗരവത്തിലെടുക്കുകയും ഒരു 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഇതിൻ്റെ പുറത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. ആ വിധിയിൽ വളരെ അസന്നിഗ്ധമായി കോടതി പറഞ്ഞേക്കണത്, സുപ്രീം കോടതി പറഞ്ഞേക്കണത്, ഈ അധികാരം, അതായത് അധികാരത്തിന്മേലുള്ളൊരു കടന്നുകയറ്റമാകും ഞങ്ങൾ ഇത്തരത്തിൽ സമയപരിധി തീരുമാനിക്കുന്നത്, അതുകൊണ്ട് സമയപരിധി തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇപ്പോൾ 1 മാസമോ 3 മാസത്തിനകമോ തന്നെ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം സുപ്രീം കോടതി പറയുന്നില്ല. കാരണം മറ്റേ വിധി റദ്ദായിരിക്കുന്നു, പുതിയ വിധി ഇതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇവിടത്തുള്ള സംഘപരിവാർ അല്ലെങ്കിൽ BJP ചാനലുകളൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ ഇനി എന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ആകെ 3 ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ തിരിച്ച് വേണമെങ്കിൽ നിയമസഭയ്ക്ക് ആ ബില്ല് ഒന്നുകൂടി പരിഗണിക്കാൻ പറഞ്ഞ് അയച്ചു കൊടുക്കാം. രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്കത് രാഷ്ട്രപതിക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തേത് നിങ്ങൾക്ക് ഒപ്പിടാം. അല്ലാതെ നിങ്ങൾക്കൊരു പ്രൊലോങ്ഡ് ഡിലേ വരുന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും അവസാനമായി ഈ പറഞ്ഞ പോലെ അന്തമില്ലാതെ അത് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പക്ഷേ സമയം പരിധി ഞങ്ങൾ തീരുമാനിക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളത്, ഇത്തരത്തിൽ അന്ധമായി ഈ ബില്ലുകൾ അങ്ങനെ തടഞ്ഞു വച്ചാൽ തീർച്ചയായും വീണ്ടും ഞങ്ങൾക്ക് കോടതികളെ സമീപിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഫലത്തിൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഗവർണർമാരെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ ഒന്ന് ഉപദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഉപദേശിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ ഉപദേശം കേട്ടിട്ട് ഇവരൊക്കെ നന്നായി കളയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം നന്നാകുമെന്നൊരു പ്രതീക്ഷ സുപ്രീം കോടതിക്ക് പോലും ഇല്ല. അതുകൊണ്ട് സുപ്രീം കോടതി പറയുന്നത്, വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് വാദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ 40 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയൊക്കെ ചിലവാകും. അങ്ങനെ ചിലവാകുന്ന പണം നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റും ഇവരും ഗവർണർമാരും ഒക്കെ കൂടി രണ്ടുപേരും കൊടുക്കുന്ന പണം നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവരൊക്കെ തന്നെ കേസ് വാദിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. പക്ഷേ മര്യാദയുള്ളവരാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിന്മേൽ, അതായത് മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധികാരം ഞങ്ങൾ കവർന്നെടുക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പറയുന്ന സമയപരിധി നിശ്ചയിക്കാത്തത്. അങ്ങനെ സമയപരിധി നിശ്ചയിക്കുന്നത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്തതാണ്. കാരണം ഈ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ഭാഗമായി 14 ചോദ്യങ്ങൾ കൊടുത്തിരുന്നു. 14 ചോദ്യങ്ങൾ ഒറ്റ കാര്യമുള്ളൂ യഥാർത്ഥത്തിൽ. ആ ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടോ എന്നാണ്. ഭരണഘടനാപരമായി അത്തരത്തിൽ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിങ്ങനെ വലിയ അനന്തമായി ഈ ബില്ലുകളിൽ ഒപ്പിടുന്നത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത ഇത്രയാണ്, കുറച്ചുകൂടി വകതിരിവോടും മര്യാദയോടും കൂടി ഗവർണർമാർ നിങ്ങൾ പെരുമാറൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം കൂടി ഈ സുപ്രീം കോടതി വളരെ കൃത്യമായി അണ്ടർലൈൻ ചെയ്ത് അരക്കിട്ടുറപ്പിച്ചിട്ടുള്ളത് ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസഭകൾക്കാണ് പരിപൂർണമായ അധികാരമെന്നും അവരുടെ ഫംഗ്ഷനെ തടസ്സപ്പെടുത്തുന്ന ഒരു പണിയും ഗവർണർമാർ ചെയ്യാൻ പാടില്ലെന്നും അതുകൊണ്ട് തന്നെ ബില്ലുകൾക്ക് മുകളിൽ അടയിരിക്കുന്നത് ആശാസ്യമായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്നും അത് നിങ്ങൾ സ്വയം തിരുത്തണമെന്നും അല്ലാതെ ഞങ്ങളെ കൊണ്ട് വടിയെടുപ്പിച്ചും കൃത്യമായ സമയപരിധി കൊടുത്തുകൊണ്ടും തിരുത്തിക്കേണ്ടതല്ല എന്നും വളരെ കൃത്യമായി പറഞ്ഞേക്കാണ്. പക്ഷേ ഇതിൻ്റെ ആശയം എത്രത്തോളം ഇപ്പോഴുള്ള BJP ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവർണർമാരും ഒക്കെ ഉൾക്കൊള്ളും എന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ഒരു ഗവർണറാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ആ ഗവർണറുടെ കുഴപ്പമാണെന്ന് നമുക്ക് തോന്നിയേനെ. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായ രാഷ്ട്രീയ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് നേരത്തെ പറഞ്ഞ
ജഗദീപ് ധൻകർ മുതൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള വിശ്വനാഥ് ആർലേക്കർ വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജഗദീപ് ധൻകർ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഭാരതാംബയുമായിട്ട് നമ്മുടെ വിശ്വനാഥ് ആർലേക്കർ എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വിധിയോടുകൂടി തന്നെ ഇതിനെല്ലാറ്റിനും പരിഹാരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ വല്ല മര്യാദക്കാരായിട്ടുള്ള ആളുകളോടാണ് പറഞ്ഞിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ കേട്ട് ഇതൊക്കെ മര്യാദക്കായനെ. പക്ഷെ അങ്ങനെയല്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി നോമിനികൾ വെക്കുന്നത് അവിടെ പോലും ഒരു സാധ്യത കണ്ടുകൊണ്ടാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒന്ന് അധപ്പതിപ്പിക്കാനും അവരുടെ ഇമേജ് ഒന്ന് ഇടിക്കാനും അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റിനും BJPക്ക് രാഷ്ട്രീയം വളർത്തുന്നതിന് പണിയെടുക്കാനും കഴിയുന്ന ആളുകളെ നോക്കിയാണ് ഓരോ ഘട്ടങ്ങളിലും BJP ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചിട്ടുള്ളത്. പക്ഷെ അതിന് താൽക്കാലികമായി ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ പിടിച്ചു വെച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ 6 മാസം പിടിച്ചു വെച്ചതിന് ശേഷം കോടതിയിലേക്ക് പോയാൽ ഈ മുൻ ജഡ്ജി ഈ വിധി എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമാവുകയും മറ്റ് ഈ പറഞ്ഞ പോലെ ജഡ്ജിമാർക്ക് ഇത് ഫോളോ ചെയ്യേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം ഇതുപോലെ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്.